മുട്ട മാത്രം വെച്ചത് ഇങ്ങനെ കിടില നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചല്ല. നല്ല കിടില സാധനം. ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട മാത്രം വെച്ചുകൊണ്ട് നല്ല കിടില നൂഡിൽസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടയെല്ലാം അതിൻ്റെ അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക്, അതുപോലെ തന്നെ മസാല, ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് നമുക്ക് ഓംലെറ്റ് അടിച്ചെടുക്കാം. വളരെ കട്ടി കുറച്ച് വേണം അടിക്കാനായിട്ട്. കൂടുതൽ കട്ടിയായി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് വളരെ കട്ടി കുറച്ച് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് നമുക്ക് ആവശ്യത്തിന് ഓംലെറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 5 മുട്ടയാണ്. അപ്പോൾ 5 മുട്ടയും വെച്ചിട്ട് നമ്മൾ മിക്സാക്കി നമ്മൾ ഓംലെറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 2 3 4 അപ്പോൾ 4 ഓംലെറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നൂഡിൽസിൻ്റെ ഒരു പരുവത്തിൽ നമുക്കൊരു സാധനം കിട്ടും. അങ്ങനെ അതേ നമ്മുടെ നൂഡിൽസ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് അതിൻ്റെ അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നമുക്കൊരു ലേശം ഉപ്പൂടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോരുത്, ആ രീതിയിലേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എല്ലാം നമ്മൾ തട്ടി കൊടുക്കുകയാണ്. ഇതൊന്നും ഒരുപാട് വെന്ത് പോകരുത്. നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം സ്പൂൺ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ സോയാ സോസും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് വെന്ത് പോകരുത് വെജിറ്റബിൾ, ആ രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ മസാല ഓക്കെ ആവും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസ്, എഗ് നൂഡിൽസ് നമുക്കിതിനകത്തേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ നോക്കുക ഗൈസ്, നമ്മുടെ എഗ് നൂഡിൽസ് നമ്മൾ ഇതിനകത്തേക്ക് തട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഈ എഗ്ഗെല്ലാം ഈ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഈ എഗ്ഗെല്ലാം ഇതിനകത്ത് നല്ലപോലെ മിക്സായി വരണം. ഈ മസാല ഫുള്ളായി എഗ്ഗിൻ്റെ അതിൽ പിടിച്ചു വരണം. നല്ലപോലെ നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കിടില സാധനമാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ആഹാ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാം. അടിപൊളി, നല്ല കിടിലൻ സാധനം, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് കഴിക്കുന്നത് പോരാ, കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക്, വയറിന് നല്ലതല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതേ മുട്ട വെച്ച് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.